നമസ്കാരം. അഭിമാനം ശ്രീജേഷ്. ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം ഉളവാക്കിയ വേദനയും നിരാശയും അടുത്ത ദിവസം PR ശ്രീജേഷിലൂടെ ഇന്ത്യ തിരിച്ചുപിടിച്ചു. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നേടിയ വെള്ളിയും അഭിമാനമായി. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് ലഭിച്ച വെങ്കല മെഡൽ ടീമിന്റെ വിജയമാണെങ്കിലും അതിന് കാവലാളായത് കേരളത്തിന്റെ ശ്രീജേഷ് ആണെന്നത് നമുക്ക് അഭിമാനവും സവിശേഷ സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ക്യാപ്റ്റൻ ഹർമീൻപ്രീത് സിംഗിന്റെ 2 ഗോളുകളും നിർണായകമായി. അതുകൊണ്ട് തന്നെയാവും മത്സര വിജയത്തിന് ശേഷം മൻപ്രീത് സിംഗ് ഗോളി ശ്രീജേഷിനെ പുണർന്നപ്പോൾ ശ്രീജേഷ് ഞങ്ങളുടെ മതിൽ, ഹർമൻപ്രീത് ഞങ്ങളുടെ ആത്മാവ് എന്ന് ഗ്യാലറിയിൽ നിന്ന് ഇന്ത്യൻ ആരാധകർ ഇടതടവില്ലാതെ ആരവമുയർത്തിയത്. ഗോൾ പോസ്റ്റിൽ ശ്രീജേഷിന്റെ സാന്നിധ്യം തങ്ങൾക്കെന്നും കരുത്തായിരുന്നുവെന്ന് ഹർമീൻപ്രീത് പറയുന്നതും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യൻ ടീം ഹോക്കിയിൽ വെങ്കലം നേടുന്നത്. ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ ഹോക്കി ചരിത്രം. അതിൽ കേരളത്തിന്റെ പങ്കാളിത്തവും കൗതുകകരമാണ്. കേരളത്തിൽ വലിയ വേരോട്ടമില്ലാത്ത കായിക ഇനമാണ് ഹോക്കി. രാജ്യത്തിന്റെ ആസ്ഥാന കായിക ഇനമെന്നൊക്കെ പറയുമെങ്കിലും ക്രിക്കറ്റിനും മറ്റും കിട്ടുന്ന അത്ര ഒരംശം പ്രാധാന്യം പോലും ഹോക്കിക്ക് നാം നൽകിയിട്ടില്ല എന്ന വസ്തുത മറച്ചുവെക്കാനാവില്ല. ഒളിമ്പിക്സ് പോലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഹോക്കി ടീമാണ് നമുക്ക് പേരും പെരുമയും ഉണ്ടാക്കി തന്നിട്ടുള്ളത്. 100 വർഷം മുമ്പ് ഇന്നത്തെ ഇന്ത്യ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഹോക്കിയിൽ കളത്തിലിറങ്ങിയ മലയാളി താരം CK ലക്ഷ്മണനെ നാം ഇന്ന് സ്മരിക്കുന്നു. രാജ്യത്തിന് വൻ നേട്ടമുണ്ടാക്കിയ ശേഷം ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുകയാണ്. മത്സരത്തിന് മുമ്പ് തന്നെ ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. വിനേഷ് ഫോഗട്ട് ഉള്ളു തകർന്നാണ് കണ്ണീരോടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതെങ്കിൽ ശ്രീജേഷിന്റേത് ആനന്ദ കണ്ണീരായിരുന്നു. ഒളിമ്പിക് ഹോക്കി സ്റ്റേഡിയത്തിലെ ഗോൾ പോസ്റ്റിലേക്ക് ഏകനായി നടന്നു ചെന്ന് ഒരു നിമിഷം നിലയുറപ്പിച്ച ശേഷമാണ് ശ്രീജേഷ് മടങ്ങിയത്. രാജ്യത്തെ കായിക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മുദ്ര പതിപ്പിച്ച ശേഷം വീരോചിതമായ വിരമിക്കൽ, ഒരു കായിക താരത്തിന്റെ ജീവിതത്തിലെ അസുലഭ നിമിഷം. ട്രെയിൻ ശുചിമുറിക്ക് സമീപമിരുന്നുള്ള ആദ്യകാല ഡൽഹി യാത്രകൾ ഉൾപ്പെടെ നേരിട്ട കഠിന വഴികളും അപ്പോൾ ശ്രീജേഷിന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. വിജയങ്ങളോടൊപ്പം നേരിടേണ്ടി വന്ന തിരിച്ചടികളും തന്നെ കരുത്തനാക്കിയത് ശ്രീജേഷ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പശുവിനെ വിറ്റ് അച്ഛൻ ആദ്യമായി ഹോക്കി സ്റ്റിക്ക് വാങ്ങിത്തന്ന കാര്യവും ശ്രീജേഷ് പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഹോക്കി വിജയത്തിന് ശേഷം ടീം അംഗങ്ങൾ എടുത്തുയർത്തുമ്പോഴും ഗാലറി ഇളകി തിമിർക്കുമ്പോഴും പാരീസ് മുതൽ കേരളം വരെ മലയാളികൾ ആഹ്ലാദ ആരവം മുഴക്കുമ്പോഴും ശ്രീജേഷിന്റെ മുഖത്ത് ആ ആത്മസംതൃപ്തി നിഴലിച്ചു. അത് കായിക രംഗത്തേക്ക് പുതുതലമുറയെ ആവേശം കൊള്ളിക്കട്ടെ. കഠിന അധ്വാനത്തിന്റെയും കാര്യക്ഷമതയുടെയും ടീം സ്പിരിറ്റിന്റെയും ഒക്കെ ആകത്തുകയാണ് ഇതൊക്കെ. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ 50 കിലോഗ്രാം വിഭാഗത്തിൽ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട് തികച്ചും വ്യത്യസ്തമായ ചില രംഗങ്ങൾക്ക് രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചിരുന്നു. വിനേഷിന്റെ ചില പോരാട്ട ചരിത്രങ്ങളും സംഭവത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി. മത്സര രംഗത്ത് തുടരാനുള്ള മാനസികമായ കരുത്ത് ഇനി തനിക്കില്ലെന്നാണ് വിനേഷ് ഫോഗട്ട് X പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ വിരമിക്കൽ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഗുസ്തി പോലുള്ള കായിക ഇനം പുരുഷന്മാരുടെ കുത്തകയായിരുന്ന കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വലിയ പരിമിതികൾ ഉണ്ടായിരുന്നപ്പോഴും കുടുംബത്തിന്റെ പിന്തുണയോടെ ആ രംഗത്തെത്തി വലിയ നേട്ടങ്ങൾ കൈവരിച്ച വിനേഷ് ഫോഗട്ടിനെ പോലുള്ളവർ ഗുസ്തി കളത്തിന് പുറത്തും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നവരാണ്. തനിക്ക് ലഭിച്ച അർജുന പുരസ്കാരം ഉൾപ്പെടെയുള്ളവ ഡൽഹി കർത്തവ്യ പഥിൽ ഉപേക്ഷിച്ച ശേഷം പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ അവരുടെ ആത്മരോഷം നിഴലിച്ചിരുന്നു. കായിക പ്രതിഭ എന്നതിലുപരിയായുള്ള സ്ത്രീ സ്വാതന്ത്ര്യ വാഗ്ഞയമാണ് അതിൽ നിഴലിച്ചു നിന്നത്. കേരളത്തിൽ പ്രചുര പ്രചാരമില്ലാത്ത ഹോക്കിയിലാണ് സംസ്ഥാനത്തിന് 3 ഒളിമ്പിക് സ്വർണം നേടാനായത്. അതിൽ 2 ശ്രീജേഷിനായിരുന്നു. മറ്റൊന്ന് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ടീമിൽ ഉണ്ടായിരുന്ന കണ്ണൂർ ബർണശ്ശേരി സ്വദേശി മാനുവൽ ഫെഡറിക്കിനും. മാനുവലും ആ ടീമിൽ ഗോൾ കീപ്പറായിരുന്നു. വനിതാ അത്ലറ്റിക്സിൽ കേരളത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ പാരീസിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ ഒരു വനിതാ അത്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ വീരോ ഇതിഹാസങ്ങളിൽ അഭിരമിക്കാതെ വ്യത്യസ്ത കായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകി പുതുതലമുറയെ സജീവമാക്കാൻ ദേശീയ തലത്തിലും സംസ്ഥാനത്തും നാം കൂടുതൽ സജ്ജരാകേണ്ടിയിരിക്കുന്നു. നമസ്കാരം.